പിന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അവരിൽ പ്രത്യേകിച്ചൊന്നും കിട്ടിയതുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നമുക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു തെളിവും കിട്ടുന്നവരെ നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല സാർ. രഘുനാഥൻ്റെ വാക്കുകൾ കേട്ട് കിരൺ വർമ്മ ഒന്ന് മൂളിക്കൊണ്ട് അയാൾ ഇരിപ്പിടം വിട്ടെഴുന്നേറ്റു. ഒരാഴ്ച സമയം ഞാൻ തരും. എന്തും ചെയ്തിട്ടാണെങ്കിലും ശരി, ഒരു തെളിവെങ്കിലും നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം വേറെ ജോലി നോക്കേണ്ടി വരും നിങ്ങൾക്ക്, മനസ്സിലായാലോ? കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് കിരൺ വർമ്മ പുറത്തേക്ക് നടന്നുപോയി. കിരൺ വർമ്മയുടെ വാക്കുകൾ കേട്ട് പോലീസുകാർ പരസ്പരം മുഖം നോക്കി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും തറവാട്ടിൽ തിരികെ എത്തിയിരുന്നു. പരസ്പരം എന്തു ചെയ്യണമെന്നറിയാതെ അവസ്ഥയിലായിരുന്നു അവർ. അപ്പോൾ അല്പസമയം കഴിഞ്ഞിട്ടും തറവാട് മുറ്റത്തേക്കൊരു കാർ ഇരമ്പി വന്ന് നിന്നു. അതിൽ നിന്നും തേജസ്വിയായ ഒരാൾ പുറത്തേക്കിറങ്ങി. കാറിൽ